ഹായ് ഓൾ നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിങ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുലാൽ വേണുഗോപാൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം ഡിസംബർ 31 സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ സി പി ഒക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പി കെ ലേണിങ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ CPOയ്ക്ക് PSC കൊടുത്തിരുന്ന സിലബസാണ് ഞാനിവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസ് വന്ന സമയത്ത് PSC പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് PSC പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമുക്ക് IPC CRPC എവിഡൻസ് പോലുള്ള ആക്ടുകളായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം CPOയ്ക്ക് മുൻ വർഷങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ CPO നോട്ടിഫിക്കേഷനൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ IPC CRPC എവിഡൻസിനൊക്കെ പകരം നമുക്ക് BNSഉം BNSSഉം ദെൻ BSA ഒക്കെ നമുക്ക് വന്നു. പക്ഷേ അത് എൻഫോഴ്സ്ഡ് ആവാത്തതുകൊണ്ടായിരിക്കാം PSC കൃത്യമായിട്ട് പറയാഞ്ഞത്. അതിനുശേഷം PSC എന്ത് ചെയ്തു, കുറിപ്പിറക്കി പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ചോദിക്കുന്നത് IPC CRPC എവിഡൻസ് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് എന്നൊരു കാര്യം PSC വ്യക്തവരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് റൈറ്റ് നൗ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എന്ന് പറയുന്നത് CRPC IPC എവിഡൻസ് ആയിരിക്കില്ല. അതിന് പകരം വന്ന പുതിയ നിയമങ്ങളായിരിക്കും BNSS, ദെൻ അതുകൂടാതെ ഭാരതീയ സാക്ഷ്യ നിയമം അല്ലെങ്കിൽ BSA എന്ന് നമ്മൾ പറയും. ഓക്കെ, അത് ഡെഫിനറ്റ്ലി എന്തായാലും നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം സിലബസ് കൃത്യമായിട്ട് PSC റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്ക് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നത്. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ പുതിയ നിയമസംഹിതകളായിരിക്കാം പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് നാലാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരള പോലീസ് ആക്ട് ആണല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആക്ടാണ് കേരള പോലീസ് ആക്ട്. അത് 3 മാർക്കിന് നമുക്ക് എന്തുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം NDPS ആക്ട്, അതായത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. അതിൽ കുറച്ച് സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആ സെക്ഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കിയാൽ മതി. അത് 2 മാർക്കുണ്ട്. പിന്നെ IT ആക്ടും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CPOയുടെ സിലബസിൽ. 20 മാർക്സ് ആണ് സ്പെഷ്യൽ ടോപ്പിക്ക്. ആ 20 മാർക്സിൻ്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന കൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയത്തില്ല. ചില ആൾക്കാർ വെറുതെ ഒരു ബുക്ക് മേടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിലുള്ള കണ്ടൻസ് അതുപോലെ ബൈഹാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 19 മാർക്സ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അതിന് നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ 19 മാർക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം നമ്മുടെ മുൻ വർഷത്തെ സ്റ്റുഡൻസിൻ്റെ മാർക്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 സ്കോർ ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ PK ലേണിങ്സിലൂടെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും 20 ഔട്ട് ഓഫ് 20 കിട്ടുന്ന രീതിയിൽ മിനിമം 19 മാക്സിമം 20 എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഇന്നിപ്പോൾ ഞാൻ പാർട്ട് 1 എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോകളിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ടോപ്പിക്സിലും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് മുന്നേ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന സിലബസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ BNSലേക്ക് വരുവാണെങ്കിൽ ടോട്ടലി നമുക്ക് 4 മാർക്സ് ആണ് BNSൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ BNS എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കിൽ ബേസിക്കലി നമുക്ക് 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചോദിക്കാനുള്ള പോസിബിലിറ്റി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് BNSൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്ഷൻ തന്നിട്ട് ഇന്ന സെക്ഷനിൽ എന്താണ് പറയുന്നത്, ഇപ്പോൾ സെക്ഷൻ 19 എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നമ്മളിവിടെ ചോദിക്കാം. ഇനി രണ്ടെന്താണ്, കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇൻസാനിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ആണ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്. അപ്പം സെക്ഷൻ തന്നിട്ട് കണ്ടന്റ് ചോദിക്കും, കണ്ടന്റ് തന്നിട്ട് സെക്ഷൻ ചോദിക്കും. ഓക്കെ, പിന്നെ അതുകൂടാതെ നമുക്ക്
എന്താണ് ചില സെക്ഷൻസിൽ നമുക്ക് എന്തുണ്ട് ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം BNSൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പാർട്ട് 1ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് സെക്ഷൻ തന്നിട്ട് ആ സെക്ഷനിൽ എന്താണ്, ആ സെക്ഷൻ്റെ മെയിൻ എലമെൻ്റ് എന്താണ് അല്ലെങ്കിൽ ക്രക്സ് എന്താണ്, അങ്ങനെയുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. ദെൻ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അതിലെ ഇൻഗ്രീഡിയൻസ് നമുക്ക് തന്നിട്ട് അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻഗ്രീഡിയൻസിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ദെൻ മൂന്നാം എന്താണ് ഇല്ലുസ്ട്രേഷൻ, അതിനെ നമ്മൾ പ്രോബ്ലംസ് എന്ന് നമ്മൾ പറയും. എക്സാമ്പിൾസ് തന്നിട്ട് ഈ എക്സാമ്പിൾ നടന്നിരിക്കുന്ന ഒഫൻസിനെ കുറിച്ച് BNSൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം ഈ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പാർട്ട് 1ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ BNSൽ 4 മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. BNSൽ നിന്നും 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. കാര്യം ഒന്ന് തുടങ്ങി തന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കിയിട്ട് അതേ കൂട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ പഠനത്തിൻ്റെ ഒരു സൈക്കിള് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മുടെ കഴിഞ്ഞ സിലബസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന കണ്ടൻറ് എന്താണെന്ന് കൊടുത്തിട്ട് സെക്ഷൻസ് കൂടെ കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം PSCക്ക് തന്നെ ആകെപ്പാട് ഡൗട്ടായിരുന്നു, എന്താ IPCന്ന് ചോദിക്കണോ അതോ BNSന് ചോദിക്കണോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, അവർ സെക്ഷൻസ് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാതിരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ PSC കുറിപ്പിറക്കി IPC ആണ് എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്തു കൺഫർമേഷൻ നമുക്ക് തന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിലബസിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും ഇതിൻ്റെ കൂടെ സെക്ഷൻസ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പണ്ട് CPOക്ക് ചോദിക്കുന്ന കൂടെ, അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് CPOക്ക് CPOയുടെ സിലബസിൽ ഉണ്ടായിരുന്ന കണക്ക് സെക്ഷൻ്റെ മെയിൻ കണ്ടന്റ് എന്താണ് എന്നുള്ള രീതിയിലായിരുന്നു സിലബസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിലബസിലും എന്തായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോണേ തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ ഒന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 1ൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ജനറൽ എക്സെപ്ഷൻസ് ഇൻ ഒഫൻസസ്, അല്ലെങ്കിൽ എന്താണ് ഒഫൻസസിലെ പൊതു ഒഴിവാക്കലുകൾ. ആക്ച്വലി ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയും, ഡിഫൻസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുറ്റം ചെയ്യുവാണ്, ഓക്കെ, അപ്പോൾ ആ കുറ്റം എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്ത് എന്താവും, അതിനകത്തൊന്നും ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് എന്തുണ്ടാവും, ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കില്ല ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് സർക്കംസ്റ്റാൻസ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഡിഫൻസസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ലുനാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു ചിത്തഭ്രമം ബാധിച്ച ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു മരണഭയം ഉണ്ടാവുകയാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചയാളെ ആക്രമിക്കാനും അയാൾക്ക് എന്ത് പറ്റിയാലും നമുക്ക് അവിടെ എന്തുണ്ടാവത്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവത്തില്ല. ലൈക്ക് അതുപോലെ എന്താണ് സർട്ടൺ ഡിഫൻസസ് ഉണ്ട്. അതാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, ജനറൽ എക്സെപ്ഷൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് എന്താണ് ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് പൊതുവായ ഒഴിവാക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്ഷൻസ് അതുപോലെ കാണാതെ പഠിക്കുക, പണിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതല്ല, നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താനായിട്ട് പറ്റും. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എന്താണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയാതെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇന്ന സെക്ഷൻസ് ഒക്കെ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് വരത്തില്ല, നിങ്ങളുടെ ഉള്ളിലൊരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, അവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സിലബസ് എടുക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ലേൺ ചെയ്യും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും, അതെങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പറയും. പിന്നെ അതിനുശേഷം നമ്മുടെ കണ്ടൻസ് നമ്മൾ പഠിക്കും. പിന്നെ അതിനെ ബേസുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കൽ എന്ന് പറയുന്നത് എന്താണ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം, നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്ന നിയമസംഹിതയാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് കൂട്ട് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കുറ്റങ്ങൾ ഒഫൻസസ് ഏതൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫൻസസിനുള്ള പണിഷ്മെൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ BNSലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഏതൊക്കെയാണ് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNSലാണ് എന്തൊക്കെയാണ് ഒഫൻസസ് എന്നും ആ ഒഫൻസസിനുള്ള പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്നും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർവഹിച്ചിരിക്കുന്നത് എവിടെയാണ്, BNSലാണ്. ഓക്കെ, അപ്പോൾ ഈ BNSൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ
ചില സാഹചര്യങ്ങളിൽ എന്തായിരിക്കും ന്യായീകരിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റിഫൈ മീൻസ് എന്താണ്, ഞാനിപ്പോൾ നേരത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കൂട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു, ചിത്തഭ്രമം ബാധിച്ച ഒരാൾ ആക്രമിക്കാൻ വരുന്നു, അപ്പം നമ്മൾ കൊല്ലപ്പെടും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണ്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ ചിത്തഭ്രമം ബാധിച്ച ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. സോ നമ്മളവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളവിടെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ന്യായീകരിക്കേണ്ടി വരും, ചിലത് എന്തായിരിക്കും, എക്സ്ക്യൂസ് ആയിരിക്കും. കാര്യം 7 വയസ്സ് താഴെയുള്ളൊരു കുട്ടി, ഓക്കെ, അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡെഫിനറ്റ്ലി അതിനകത്ത് എന്ത് കാണത്തില്ല, ക്രിമിനൽ ലയബിലിറ്റി കാണത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ന്യായീകരിക്കാവുന്നതും ക്ഷമിക്കാവുന്നതുമായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ജനറലി എന്ത് പറയുന്നത്, ഡിഫൻസസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഡിഫൻസസ് നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നെങ്കിലും ആക്ച്വലി എന്താണ്, ജനറൽ എക്സെപ്ഷൻസ് ആണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് എന്താണ് BNSൽ ഒഫൻസ് ആയിട്ട് നിർവചിച്ചിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും, അവിടെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കൽ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കാണും, ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടിക്കാണും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാവുന്നതോ ക്ഷമിക്കാവുന്നതോ ഒക്കെ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലാവുമ്പോൾ നമുക്കവിടെ എന്തുണ്ടാവത്തില്ല, ക്രിമിനൽ ലയബിലിറ്റീസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ചില ആക്ടുകളിൽ ക്രിമിനൽ ലയബിലിറ്റിക്കുള്ള ഡിഫൻസുകളാണ് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ലെയ്മാൻ ലാംഗ്വേജിൽ നമ്മൾ ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഇതുപോലെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടും നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, എന്താണ് ഈ ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതു ഒഴിവാക്കൽ എന്നുള്ള സംഗതി ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ആര് ചോദിച്ചാലും എന്താണ് ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് നമുക്ക് വരാം. 1 സെക്കൻഡ്. അപ്പം ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചാപ്റ്റർ 3 ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കലും ഏത് ചാപ്റ്ററിലാണെന്ന് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഏതൊക്കെ സെക്ഷൻസിലാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 14 മുതൽ 44 വരെയുള്ള കംപ്ലീറ്റ് സെക്ഷൻസും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, നമ്മൾ നേരത്തെ IPC പഠിക്കുമ്പോൾ നമുക്കറിയാം 76 മുതൽ 106 വരെയുള്ള കാര്യങ്ങളാണ് ജനറൽ എക്സെപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. BNS വന്നപ്പോൾ അതെത്രയാ, 14 മുതൽ 44 വരെ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞേക്കണം. ചിലപ്പോൾ നമ്മൾ ചോദിക്കാം ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഏത് വകുപ്പ് മുതൽ ഏത് വകുപ്പ് വരെയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്, 14 മുതൽ 44 വരെയുള്ള വകുപ്പുകളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ കൂട്ട് നമ്മൾ ഒരു കുറ്റം ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിനുള്ള ഡിഫൻസുകളാണ് ഇവിടെ പറയുന്നത് ഈ 14 മുതൽ 44 വരെയുള്ള സെക്ഷനുകളിൽ പറയുന്നത്. നമുക്ക് ഈ 14 മുതൽ 44 വരെയുള്ള സെക്ഷൻസ് ഒന്നും എന്ത് ചെയ്യേണ്ട, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്തിട്ടുണ്ട്, PSC കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ജനറൽ എക്സെപ്ഷൻസിൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടുണ്ട്, PSC കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ എക്സെപ്ഷൻസിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഫുൾ സാധനങ്ങൾ പഠിക്കണ്ട. എന്താണോ സിലബസിൽ എടുത്ത് പറഞ്ഞേക്കുന്നത് അത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. കാര്യം നമ്മളിപ്പം എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണ്, ചുമ്മാ ഇരുന്നങ്ങ് പഠിക്കും അല്ലേ. അത് സിലബസിലുണ്ടോ സിലബസിലില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അല്ലേ. അങ്ങനെ ചെയ്തിട്ട് എന്തില്ല, ഒരു പ്രയോജനവും നമുക്കില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അത് വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചെടുക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ സിലബസിന് ഔട്ടായിട്ട് എന്ത് ചെയ്താൽ നമ്മൾ പഠിക്കാൻ പോയാൽ മതി. ഫസ്റ്റ് സിലബസ് കംപ്ലീഷൻ എൻ്റെ പ്രയോറിറ്റിയും അതാണ്. ഞാൻ നിങ്ങളെ സിലബസിലുള്ളത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. സിലബസിന് അപ്പുറത്തേക്ക് ചോദ്യം വന്നാൽ ചിലപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരും എഴുതാൻ പോകത്തില്ല. നമ്മൾ എന്തിനാണ് ആരും എഴുതാൻ പോകുന്നത്, എല്ലാവരും എഴുതാൻ പറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാനും പറ്റണം. നമുക്കത് ശരിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എക്സാം ഹാളിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14 മുതൽ 44 വരെയുള്ള സെക്ഷൻസ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ജനറൽ എക്സെപ്ഷൻസിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കേ, ടോട്ടലി നമുക്ക് 8 സെക്ഷൻസ് ആണ്
ഇവിടെ പഠിക്കാനുള്ളത് ജനറൽ എക്സെപ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 19, സെക്ഷൻ 20, സെക്ഷൻ 21, സെക്ഷൻ 22, സെക്ഷൻ 23 അല്ലേ, ഇത്രയും നമുക്ക് ഒരു റോയിലാണ് അല്ലേ. സെക്ഷൻ 19, സെക്ഷൻ 20, 21, 22, 23, പിന്നെ അതിനുശേഷം സെക്ഷൻ 26, സെക്ഷൻ 27, സെക്ഷൻ 30. അപ്പോൾ 26, 27 കണ്ടിന്യൂസ് ആണ്. ദെൻ സെക്ഷൻ 30. ഇത്രയും 8 സെക്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആ സെക്ഷൻസ് എന്ത് ചെയ്യുക അതുപോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാര്യം എല്ലാവരും കൺസെപ്ച്വൽ സ്റ്റഡി എന്നൊക്കെ പറയും. കൺസെപ്ച്വൽ സ്റ്റഡി എന്താണ്, ആദ്യം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ തോട്ട് പ്രോസസ്സ് വരത്തുള്ളൂ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോൺസെപ്റ്റ്സ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ രീതി ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ജനറൽ എക്സെപ്ഷൻസിൽ ഏതൊക്കെ സെക്ഷൻസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യും. ഏതൊക്കെയാണ്, 19, 20, 21, 22, 23. ഓക്കെ, 5 എണ്ണം ആയിട്ടുണ്ട്. പിന്നെ 23 കഴിഞ്ഞാൽ പിന്നെന്താണ്, 26, 27, 30. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെക്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ സെക്ഷൻസിൻ്റെയും പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 19 നമ്മൾ പഠിച്ചു. 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്, 23 ഉണ്ട്. ഓക്കെ ഫൈൻ, 5 എണ്ണം അതൊക്കെയാണ്. പിന്നെ 26 ഉണ്ട്, 27 ഉണ്ട്, 30 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഏത് ജനറൽ എക്സെപ്ഷൻസിൽ നമുക്ക് പഠിക്കേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്തു, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത ചിലപ്പോൾ ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് എന്ത് കാണും, തെഫ്റ്റ് കാണും. അപ്പോൾ നിങ്ങൾ തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണ് അത് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, കാര്യം വളരെ കുറച്ച് സെക്ഷൻസ് ഉള്ളൂ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യേണ്ട, BNS കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പഠിക്കാൻ പറയുന്നില്ല. സിലബസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസിൽ 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്, 23 ഉണ്ട്, പിന്നെ 26, 27, 30. ഇതെല്ലാം എന്ത് ചെയ്തു, സെക്ഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. ഇതാണ് സ്റ്റെപ്പ് 1. നമ്മൾ സിലബസിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളതെന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. കാര്യം ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ജനറൽ എക്സെപ്ഷൻസിലെ സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു, ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് വെച്ചു. ഓക്കെ, ഇനി എന്താണ് സെക്ഷൻ 19 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് നെസസിറ്റി ആണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 19 പറയുന്നത്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുവാണ്. ഓക്കെ, ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഹാനി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു ദോഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 19 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 19 എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി ഹാനി ഉണ്ടാക്കും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള ഉദ്ദേശമില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ഹാനി തടയാനായിട്ടാണ്. അപ്പോൾ ഒരു വലിയ ഹാനി തടയുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഹാനി കുറ്റകരമായ ഉദ്ദേശമില്ലാതെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ 19 എന്ത് ചെയ്യും, നമ്മൾ അതുപോലെ നമ്മൾ പഠിക്കുന്നു. ഒരു വലിയ ഹാനി തടയുന്നതിനായിട്ട് ഒരു ചെറിയ ഹാനി നമ്മൾ കുറ്റകരമായ ഉദ്ദേശമില്ലാതെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ട് മൂലം ചെയ്യുന്നതൊന്നും ഒഫൻസ് അല്ല അല്ലെങ്കിൽ കുറ്റമല്ല എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 19 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതുകൂട്ട് അങ്ങോട്ട് ബൈ ഹാർട്ട്. അപ്പോൾ സെക്ഷൻ 19 നമുക്ക് മനസ്സിലായി എന്താണ്, ഡിഫൻസ് ഓഫ് നെസസിറ്റിയാണ്. അവിടെ നമ്മുടെ ആവശ്യകതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിതിനകത്ത് കുറേ കഴിയുമ്പോൾ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കും. അതായത് നമ്മുടെ BNS തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എന്ത് ചെയ്യാണ്, ഒരു ഗ്രാമത്തിലെ വീടുകൾ എന്ത് ചെയ്യുക, കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തീ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളുടെ ഹൗസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പൊളിച്ചു കളയുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു കോൺഫ്ലാഗ്രേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ആക്ച്വലി വീട് പൊളിക്കുക എന്നൊരു കൃത്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ എന്ത് സംഭവിച്ചു, അത് കാരണം നമുക്കൊരു വലിയ ഹാനി, ബാക്കി അങ്ങോട്ട് തീ അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, സ്പ്രെഡ് ആവത്തില്ല. അപ്പോൾ ഒരു വലിയ ഹാനി തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ചെറിയൊരു ഹാനി നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിന് എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്നാണ് സെക്ഷൻ 19 പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ അതാണ് സെക്ഷൻ 19. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജി എങ്ങനെയാണ്, ജനറൽ എക്സെപ്ഷൻസിൽ നമ്മൾ മനസ്സിലാക്കി 8 സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, 8 സെക്ഷൻസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്, 19,
19, 20, 21, 22, 23 അല്ലേ. പിന്നെ ഏതാണ് 26, 27, 30. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്ഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. അതിൽ സെക്ഷൻ 19 നമ്മൾ മനസ്സിലാക്കി എന്താണ്, വലിയ ഹാനി തടയുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഹാനി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. ഇതാണ് ഡിഫൻസ് ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് പറയുവാണ്. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ചിലത് മനസ്സിലാവത്തില്ല. പേടിക്കണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യുകയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ സെക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്തു. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്തു, സെക്ഷൻസിൻ്റെ ബേസിക് എലമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ 19 കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം, സെക്ഷൻ 20 വരണം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 20ഉം 21 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യം. രണ്ടും എന്താണ്, ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. സെക്ഷൻ 20 പറയുന്നതെന്ന് പറയുന്നത് 7 വയസ്സിൽ താഴെ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് BNSൽ ഒഫൻസായിട്ട് നിർവചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ആ ഒരു പ്രായം പരിഗണനയ്ക്കെടുത്തിട്ട് അവൻ എന്തുണ്ടാവത്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. പണ്ട് IPCയിലായിരുന്നെങ്കിൽ എന്താണ്, സെക്ഷൻ 82ലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ സെക്ഷൻ 21ലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ഒരു ഏജ് വിൻഡോയാണ് പറയുന്നത്. 7നും 12ഉം. ഓക്കെ, 7 വയസ്സിന് മുകളിൽ ദെൻ 12 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു കുട്ടി എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുവാണ്, അത് എന്താണ് BNSൽ ഒഫൻസായിട്ട് നിർവഹിച്ചിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അവൻ ആ ഒരു ആക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, അവൻ്റെ ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അപക്വമായിട്ടുള്ള ധാരണ കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെയും എന്തായിരിക്കും, നമുക്ക് അവിടെ ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതാണ് സെക്ഷൻ 21 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 19 പറയുന്നത് എന്താണ്, ഒരു വലിയ ഹാനി തടയുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഹാനി നമ്മൾ ചെയ്യുന്നു. ആ ഒരു കൃത്യം കാരണം നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് നെസസിറ്റിയാണ് ഇവിടെ പറയുന്നത് 19 പറയുന്നത്. ഇനി സെക്ഷൻ 20ലും 21ലും ഡിഫൻസ് ഓഫ് എന്താണ്, ഇൻഫാൻസി ആണ് സെക്ഷൻ 20ലും 21ലും പറയുന്നത്. സെക്ഷൻ 20 എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ 7 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്നുള്ളതാണ് സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 21 പറയുന്ന കാര്യം എന്താണ്, 7നും 12നും ഇടയിലുള്ള കുട്ടി ചെയ്യുന്ന കാര്യം ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല. കാര്യം 7 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് എന്താണ് ക്രൈം എന്നുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ എന്താണ് കുറ്റമെന്നും തിരിച്ചറിയാനുള്ളൊരു പക്വതയോ പാകതയോ ഇല്ല. ഓക്കെ, ചിലപ്പോൾ എന്തായിരിക്കും 7നും 12നും ഇടയിലുള്ള കുട്ടിക്ക് ചിലപ്പോൾ എന്തായിരിക്കും അവൻ ചെയ്യുന്നത് എന്താണ്, എന്തെങ്കിലും അവൻ അതിൻ്റെ ഔട്ട്പുട്ട് അറിയായിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അവന് അപക്വമായിട്ടുള്ള ധാരണയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതാണ് അവൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 19 എന്താണെന്ന് നമ്മൾ പഠിച്ചു, സെക്ഷൻ 21 എന്താണെന്ന് പഠിച്ചു, 20, 20ഉം 21ഉം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എന്ത് കിട്ടി, ഒരു ഐഡിയ നമുക്ക് കിട്ടി അല്ലേ, ഐഡിയ കിട്ടിയില്ലേ, ഐഡിയ കിട്ടി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പോകേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ജനറൽ എക്സെപ്ഷൻസ് സെക്ഷൻസ് അത്രയും നമ്മൾ നോക്കി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സെക്ഷൻ 19ൻ്റെ ബേസിക് എലമെൻറ്റ് നമ്മൾ പഠിച്ചു, സെക്ഷൻ 20ൻ്റെ ബേസിക് എലമെൻറ്റ് നമ്മൾ പഠിച്ചു, സെക്ഷൻ 21ൻ്റെ ബേസിക് എലമെൻറ്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ ചാടിക്കയറി നമ്മളുടനെ ഓരോ സെക്ഷൻ്റെ ഡീറ്റെയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് മനസ്സിൽ നിൽക്കത്തില്ല. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്തു, ഇന്ന ഒരു കാര്യത്തിൽ ഇത്ര സെക്ഷൻസ് ആണ് ഉള്ളത്. കാര്യം എക്സാമിനാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. നമ്മളാരും PhD ഒന്നും എടുക്കാൻ പോവല്ല. ഓക്കെ, നമുക്ക് വേണ്ട എന്താ, എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകണം. അതേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ 19 എന്താണെന്ന് മനസ്സിലായി, 20 എന്താണെന്ന് മനസ്സിലായി, 21 എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നു സെക്ഷൻ 22. സെക്ഷൻ 22 എന്താണ്, ഇത് സെക്ഷൻ 22 ലീഗൽ ടേമിൽ പറയുവാണെങ്കിൽ അത് ഡിഫൻസ് ഓഫ് എന്താണ്, ഇൻസാനിറ്റി ആണ്. അതായത് ചിത്തഭ്രമമുള്ള ഒരാൾ ചെയ്യുന്ന ഒരു ആക്ടിന് എന്തുണ്ടാവത്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 22. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 22? നിങ്ങൾ നോക്കുമ്പോൾ ഈ സെക്ഷൻ്റെയൊക്കെ ബ്രാക്കറ്റിൽ വേറെ കുറച്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണ്, പഴയ നിയമസംഹിത അതായത് IPCയിലുള്ള സെക്ഷനാണ്. അപ്പോൾ ചിത്തഭ്രമം ബാധിച്ച ഒരാൾ ചെയ്യുന്നതൊന്നും കുറ്റകൃത്യമല്ല എന്ന് പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 84ലാണ് IPC. എന്നാൽ BNSലേക്ക് വരുമ്പോൾ 22ലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, 19 വലിയ ഹാനി തടയുന്നതിനായിട്ട് ചെറിയ ഹാനി ചെയ്യുന്നു. സെക്ഷൻ 20 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല. 7നും 12നും ഇടയ്ക്കുള്ള പ്രായമുള്ള കുട്ടി ചെയ്യുന്നതിനകത്തും ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് 21 പറയുന്നു. പിന്നെ നമ്മൾ 22ലേക്ക് വന്ന എന്താ 22
ചിത്തഭ്രമമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് സെക്ഷൻ 22-ൽ പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ സെക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ആ ഒരു ബേസിക് കാര്യം പിടികിട്ടില്ല. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അത് ഷുവറാണ്. ഓക്കെ, അതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അതിനുശേഷം അടുത്ത നോക്കുന്നു സെക്ഷൻ 23. ഓക്കെ, സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻടോക്സിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വമേധയാ അല്ലാതെ ഇൻവോളണ്ടറിലി ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 23 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 23 എന്താ പറയുന്നത്, എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇച്ഛയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇൻവോളണ്ടറിലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലഹരിക്ക് അടിമപ്പെടുന്നത് അല്ലെങ്കിൽ ലഹരി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ദെൻ ആ ഒരു ലഹരിയുടെ ഇമ്പാക്റ്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കത് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശേഷി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലഹരി കാരണം നമുക്ക് നഷ്ടപ്പെടുകയും അത് കാരണം നമ്മൾ എന്തെങ്കിലും ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ടാവില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 23. അപ്പോൾ 19 അറിയാമേ, പറഞ്ഞേ 19 എന്താണെന്ന് മനസ്സിലങ്ങ് പറയുക. സെക്ഷൻ 20 അറിയാം, സെക്ഷൻ 21 അറിയാമേ, സെക്ഷൻ 22 അറിയാമേ, സെക്ഷൻ 23 അറിയാം അല്ലെ. സെക്ഷൻ 23 എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വന്തം ഇച്ഛയ്ക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു, ലഹരിക്ക് അടിമപ്പെട്ടിട്ട് നമ്മുടെ വിവേചനശേഷി നഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 23 എന്ന് പറയുന്നത്. IPC-ലാണെങ്കിൽ സെക്ഷൻ 85-ലാണ് ആ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 26 ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 26-ൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അങ്ങോട്ടെല്ലാം കൺസെൻ്റ് ആണല്ലേ. നമ്മൾ ഒരാളുടെ കൺസെൻറ്റോടുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ടാവത്തില്ല, ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 സെക്ഷൻസ് ആണ് നമുക്ക് അടുത്തയായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സെക്ഷൻ 26-ൽ പറയുന്ന കാര്യം എന്താണ്, നമുക്ക് ഒരാളെ എന്താണ് മരണം സംഭവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം നമുക്കില്ല, പകരം അയാളുടെ നല്ലതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ സമ്മതപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ആക്ട് ചെയ്യുന്നു. ആ ആക്ട് അവസാനം എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ആ ഒരു ആക്ട് മൂലം എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഹർട്ടോ സംഗതികളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 26. ഓക്കെ, അപ്പോൾ സെക്ഷൻ 26-ൻ്റെ കീവേഡ്സ് എന്തൊക്കെയാണ്, മരണം സംഭവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമില്ല, ആ ഉദ്ദേശമില്ലാതെ ഒരാളുടെ എന്താണ് ഗുണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉത്തമ വിശ്വാസത്തോടുകൂടി എന്തെങ്കിലും കൃത്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ടാവില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 26 എന്ന് പറയുന്നത്. IPC-ൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 88-ലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ചിന്തിച്ചേ, 19, 20, 21, 22, 23 അല്ലേ, ആ 5 സെക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഓക്കെ, ക്രക്സ് നിങ്ങൾക്ക് അറിയാം, ബാക്കി ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ക്രക്സ് നിങ്ങൾക്ക് അറിയാം, എന്താണ് അറ്റ്ലീസ്റ്റ് ആ ഒരു സെക്ഷൻ പറയുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് അറിയാം. കാരണം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ 26-ലേക്ക് വന്നപ്പോൾ എന്താണ്, കൺസെൻറ്റിൻ്റെ കേസാണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ മരണം സംഭവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമില്ല, ഗുണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിന് എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്നാണ് സെക്ഷൻ 26-ൽ പറയുന്നത്. ദെൻ അടുത്ത നോക്കാനുള്ളത് സെക്ഷൻ 27 ആണ്. ഓക്കെ, സെക്ഷൻ 27 എന്ന് പറയുന്നത് എന്താണ്, ഇതും ഈ പറയുന്ന കൂട്ട് കൺസെൻറ്റ് തന്നെയാണ്. നമുക്കറിയാം കുട്ടികൾക്കും അതുകൂടാതെ എന്താണ് ചിത്തഭ്രമം ബാധിച്ച ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺസെൻറ്റ് കൊടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, നിയമം കരുതുന്നത്. സോ അതുകൊണ്ട് ഈ പറയുന്ന കുട്ടികളുടെ 12 വയസ്സ് താഴെയുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരാൾ എന്തെങ്കിലും ആക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തികളുടെ രക്ഷകർത്താവിൻ്റെയോ അല്ലെങ്കിൽ ലീഗലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ എന്ത് വേണം, കൺസെൻറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 27-ൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 26-ൽ പറയുന്നത് എന്താ, കോമൺ ആണ്. ഓക്കെ, കൺസെൻറ്റോടുകൂടി മരണം സംഭവിപ്പിക്കണമെന്ന ഉദ്ദേശമില്ലാതെ എന്ത് ചെയ്യുന്നു, ഒരാളുടെ ഗുണത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ആക്ട് ചെയ്യുന്നു, അവിടെ നമുക്ക് എന്തുണ്ടാവില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് സെക്ഷൻ 26-ൽ പറയുന്നു. എന്നാൽ സെക്ഷൻ 27 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, എന്താണ്, അവിടെ കുട്ടികളെയും ചിത്തഭ്രമം ബാധിച്ച ആളെയോടെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അവിടെ എന്താണ്, ഉത്തമ വിശ്വാസത്തോടുകൂടി അവരുടെ നല്ലതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി എന്തെടുത്തിരിക്കണം, നമ്മൾ പെർമിഷൻ എടുത്തിരിക്കണം, കൺസെൻറ്റ് എടുത്തിരിക്കണം. ആരുടെ നിന്ന്, രക്ഷകർത്താവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ലീഗലി
റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി അവരുടെ കയ്യിൽ നിന്നും കൺസെൻറ്റ് എടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തില്ല, ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് ഇല്ല. ഇതാണ് സെക്ഷൻ 27ൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 30 ലാസ്റ്റ് വൺ എന്താണ്? ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരാളുടെ കൺസെൻറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഇപ്പം ബോധരഹിതനായിട്ട് ഒരാളെ നമ്മൾ കൊണ്ടുവരുവാണ് അല്ലേ, അപ്പോൾ അയാളോട് കൺസെൻറ്റ് ചോദിക്കാൻ നമുക്ക് പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സെനാരിയോസും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതം കൂടാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉത്തമ വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിലും ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവത്തില്ല. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് ഈ പറയുന്ന 26ൻ്റെയും 27ൻ്റെയും 30ൻ്റെയും കോമൺ ഡിഫറൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് കിട്ടും, വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയും സെക്ഷൻസ് ആണ് ജനറൽ എക്സെപ്ഷൻസിൽ പഠിക്കാനുള്ളതെന്നും അതുകൂടാതെ ഈ സെക്ഷൻസിൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് വരും. ഓക്കെ, നോക്കിക്കേ, ഇനി സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, സെക്ഷൻ 19 സെക്ഷൻ 19 എന്താണ്? സെക്ഷൻ 19 പറയുന്നത് ഡിഫൻസ് ഓഫ് ഓൺ നെസസിറ്റി ആണ് അല്ലേ. എന്താ, ഒരു വലിയ ഹാനി തടയുന്നതിനായിട്ട് നമ്മൾ ചെറിയ ഹാനി ചെയ്യുന്നു, അവിടെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല എന്നാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ 20ഉം 21 നിങ്ങൾക്ക് അറിയാം, രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ, ഡിഫൻസ് ഓൺ ഇൻഫാൻസിയാണ്. അതായത് ഒന്ന് പറയുന്നത് എന്താണ്, 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് 20 പറയുന്നു അല്ലേ. 21 പറയുന്ന കാര്യം എന്താ, 7നും 12, ഞാൻ കീവേഡ്സ് വെച്ച് മാത്രമാണ് പറയുന്നത്, 7നും 12നും ഇടയിൽ പ്രായമുള്ള കുട്ടി ഒരു ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഒരു ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 20ഉം 21 അല്ലേ. ദെൻ സെക്ഷൻ 22 പറയുന്നത് എന്താണ്, ഡിഫൻസ് ഓൺ ഇൻസാനിറ്റി ആണ് അല്ലേ. ചിത്തഭ്രമം ബാധിച്ച ഒരാൾ എന്തെങ്കിലും ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്തില്ല, അയാൾക്ക് ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. ബിക്കോസ് എന്താണ്, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തില്ല അവിടെയും അല്ലേ. അതാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ എന്താ, ഇൻടോക്സിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. നമ്മുടെ ഇച്ഛയ്ക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നു, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വിവേചന ശക്തി നഷ്ടപ്പെടുന്നു, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്നാണ് സെക്ഷൻ 23 പറയുന്നത്. ഓക്കെ, അപ്പോൾ 19 അറിയാം, 20, 21 ഒരുമിച്ച് പഠിക്കുന്നു, 22, 23. ഓക്കെ, 22 ഇൻസാനിറ്റി, 23 ഇൻടോക്സിക്കേഷൻ. ആ വേർഡ്സ് വെച്ച് മാത്രം എന്ത് ചെയ്താൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെക്ഷൻ 26, 27, 30 എന്താണ്, കൺസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 26 പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം, കൺസെൻറ്റോട് കൂടി നമ്മൾ ഒരാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. സെക്ഷൻ 27 എന്ന് പറയുമ്പോൾ എന്താണ്, ഗുണത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, കൺസെൻറ്റ് വേണം. ആരുടെയാണ്, രക്ഷകർത്താക്കളുടെ കൺസെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലീഗലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ കൺസെൻറ്റ് വേണം. കാര്യം എന്താ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ്, കുട്ടികളെയും അതുകൂടാതെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അതുകൂടാതെ എന്താണ്, ചിത്തഭ്രമം ബാധിച്ച ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആ കൺസെൻറ്റ് ആണ് സെക്ഷൻ 27 പറയുന്നത്. എന്താണ് സെക്ഷൻ 30 പറയുന്നതെന്ന് ചോദിച്ചാൽ, കൺസെൻറ്റ് തരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഓക്കെ, അത്തരത്തിൽ പക്ഷേ നമുക്ക് അവിടെ എന്ത് വേണം, ആ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവത്തില്ല, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 30 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് ജനറൽ എക്സെപ്ഷനിൽ പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ എക്സെപ്ഷൻസിലെ ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പറ്റത്തില്ലേ? പറ്റുമെന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താഴെ കമൻ്റ് ഇടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലെ ഓരോ സെക്ഷനായിട്ട് ഫസ്റ്റ് നമ്മൾ സെക്ഷൻ 19 എടുക്കും. അതിലെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഫസ്റ്റ് നിങ്ങളെ സെക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്യിക്കും. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യും, ഈ സെക്ഷൻസിൻ്റെ ക്രക്സ് നിങ്ങളെ പഠിപ്പിക്കും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ സെക്ഷനിലേക്ക് നമ്മൾ പോകും. അതിനുശേഷം ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കാര്യം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. കാര്യം 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് BNS വരുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ജനറൽ എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് താഴേക്ക് എന്ത് ചെയ്യുക, കമൻസ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിൽ ഓരോ പോർഷൻസും ഈ പറയുന്ന പാർട്ട് 1ലും പാർട്ട് 2ലും പാർട്ട് 3യിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ ജനറൽ എക്സെപ്ഷൻസിൻ്റെ കാര്യം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ആയി കാണും എന്ന വിശ്വാസത്തോടെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ക്ലാസ് ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ നമുക്ക് PK ലേണിംഗ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.